ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 ഇൻഗ്രീഡിയൻസേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 6 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ഒരു മീഡിയം സൈസുള്ള തേങ്ങ മുഴുവനായിട്ടും 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ പാലെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4-5 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുക. ഏലക്കേൻ്റെ പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ശർക്കരയും അതുപോലെ മുട്ടയൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ ശർക്കരയൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ തടവി കൊടുക്കുക. ഇതിലേക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ശർക്കരയിൽ കുറച്ച് കല്ലൊക്കെ ഉണ്ടാവും. അതുപോലെ ഏലക്കായൻ്റെ തൊലിയൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് വേസ്റ്റായിട്ട് ഒഴിവാക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇഡ്ഡലി തട്ടിൽ ഈ പാത്രം കൊള്ളാത്തതുകൊണ്ട് തന്നെ ഞാനിതുപോലെ ഒരു ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് ഒരു വട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ പാത്രം വെച്ച് കൊടുക്കുക. ഇനി മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. വെള്ളം വറ്റി വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ അരമണിക്കൂറിന് ശേഷം നമ്മൾ വെട്ടലപ്പോടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെട്ടലപ്പോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അരമണിക്കൂർ കറക്റ്റ് അളവാണ് കേട്ടോ. ഇനി നല്ലോണം തണുത്ത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് വേറെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെട്ടലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് 5 ഇഞ്ചോ അല്ലെങ്കിൽ 4 ഇഞ്ചിൻ്റെ ടിൻ എടുക്കുക കേട്ടോ. അപ്പോഴേ നല്ല കറക്റ്റിൽ നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. ഇത് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗി വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 or 5 ഇഞ്ചിൻ്റെയൊക്കെ ടിന്നെടുത്തിട്ട് അതിൽ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.